അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നതാ പുള്ളി പ്രാർത്ഥിച്ചെന്ന് എഴുതി. ആ പ്രാർത്ഥന മറന്നു പോകല്ല, അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു പ്രാർത്ഥനയാണ്, സ്പീഡിൽ വായിച്ചു പോകേണ്ട ഒരു പ്രാർത്ഥനയല്ല. വായിച്ച പ്രാർത്ഥന നോക്കിക്കേ. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച്, കർത്താവേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന, ചിലർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയേലും കൊച്ചിൻ്റെ കല്യാണം നടത്താൻ ഇടയാകണമേ. പ്രാർത്ഥിച്ചേക്കല്ല്. പിന്നെന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, എൻ്റെ മകളുടെ വിവാഹം അനുഗ്രഹിച്ച് നടത്തുവാൻ ഇടയാകണമേ. എങ്ങനെയേലും എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകണേ. നോ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ ഇടയാകണമേ. എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാലും MBA എങ്ങനെയാലും IELTS എങ്ങനെയാലും ഒന്ന് കാനഡയ്ക്ക് പോയാൽ മതി. എങ്ങനെയാലും കിട്ടിയിട്ട് കാര്യമില്ല. കർത്താവെ എന്നെ അനുഗ്രഹിച്ച്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബ ജീവിതത്തെ മനോഹരമാക്കണം. എല്ലാ പ്രാർത്ഥനയുടെ പിറകിൽ ഒരു വാക്ക് ചേർത്തോണം, അനുഗ്രഹം. ഏറ്റവും വിലയുള്ള ഒന്നാണ് എന്ത്? അനുഗ്രഹം. അത് ദൈവത്തിൽ നിന്നും വേണം, മനുഷ്യരിൽ നിന്നും വേണം. ചില മനുഷ്യർ നമ്മളെ അനുഗ്രഹിച്ചാൽ അത് ഏറ്റെടുത്തോണം. ആ അനുഗ്രഹത്തിൽ നിങ്ങൾ വിജയിക്കും. പണം കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് അനുഗ്രഹം. 3 ആൾക്കാരുണ്ട് കേട്ടോ. അനുഗ്രഹം കിട്ടിയിട്ട് കളഞ്ഞവരുണ്ട്, അനുഗ്രഹം കിട്ടിയിട്ട് അത് ഉഴപ്പി നശിപ്പിച്ച് കളഞ്ഞവരുണ്ട്, ലഭിച്ച അനുഗ്രഹത്തെ നിലനിർത്തിയവരുണ്ട്. അവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളവർ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഒരിക്കലും കൂട്ടുകൂടിയോ ഉഴപ്പിയോ നശിപ്പിച്ചേക്കല്ല്. ആ അനുഗ്രഹമാണ് നാളെ നിങ്ങളുടെ വിജയമായി മാറുന്നത്.